ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള BJP നേതാക്കൾക്ക് പരീക്ഷ വരുന്നു. ഓൺലൈനിൽ പരീക്ഷ എഴുതണം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയുള്ള പാർട്ടി ക്ലാസ് നിർബന്ധമാണ്. ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സിൽ കയറണം. ഓൺലൈനിൽ പരീക്ഷ എഴുതണം. എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. മിനിമം മാർക്ക് വാങ്ങിക്കണം. അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറില്ല. പണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്താണ്? എത്ര ദിവസം ജയിലിൽ കിടന്നു, എത്ര ഗൂണ്ടാഴ്ച നടത്തി, എത്ര തല്ലുണ്ടാക്കി, എത്ര പേരെ കൊന്നു, എത്ര ബസ് അടിച്ച് തകർത്തു, എത്ര പ്രകടനം നയിച്ചു, എത്ര പ്രകടനത്തിൽ അടിയുണ്ടാക്കി, എത്ര കേസിൽ പ്രതിയാണ്. 100 കേസിൽ പ്രതിയായാൽ ഏറ്റവും വലിയ നേതാവാണ്. ജയിലിൽ അയക്കുന്നത് ആഘോഷം, ജയിലിൽ നിന്ന് വരുന്നത് ആഘോഷം. ആഘോഷ പെരുമഴയാണ്. അതാണ് ഏറ്റവും വലിയ സഖാവ്. ത്യാഗത്തിൻ്റെ മൂർത്തി രൂപം എന്ന് പറയുന്നത് കേസും ജയിലിൽ കിടക്കലുമാണെങ്കിൽ, ഇപ്പോൾ ത്യാഗത്തിൻ്റെ പുതിയ രൂപം ഡിജിറ്റൽ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് ആരാണ്? ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ആരാണ്? സരൽ ആപ്പ്, നമോ ആപ്പ് എന്നിവ വഴി നടക്കുന്ന ഡിജിറ്റൽ പ്രസിഷൻ അഭിയാൻ പരിപാടി ആരംഭിച്ചു. അപ്പോൾ നമോ ആപ്പ് വഴിയും സരൽ ആപ്പ് വഴിയും ഡിജിറ്റൽ പ്രസിഷൻ അഭിയാൻ പരിപാടിയിൽ വഴി ജയിച്ചേ പറ്റൂ. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. പകരമില്ല. 4 വിഷയങ്ങളിലാണ് ക്ലാസ്. ഒന്ന് BJPയുടെ ചരിത്രം, BJP ഉണ്ടാകാനുള്ള സാഹചര്യം, ജനസംഘത്തിൻ്റെ കാര്യങ്ങൾ, RSSൻ്റെ കാര്യങ്ങൾ, അങ്ങനെ BJPയുടെ ചരിത്രം 80കൾ മുതലുള്ള BJPയുടെ ചരിത്രവും ജനസംഖ്യം, സ്വാതന്ത്ര്യ, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ ജനസംഘവുമായി ബന്ധപ്പെട്ട കഥകളുമൊക്കെ പഠിപ്പിക്കുമായിരിക്കാം. രണ്ടാമത് പ്രത്യയശാസ്ത്രം. ഇതിൻ്റെ തത്വം എന്താണ്? BJPയുടെ എന്താണ്? പിന്നെ ഈ ഇവിടെ BJP പറയുന്ന ഏകതാ മാനവധർമ്മം എന്ന് പറയുന്ന, ഏകതാ മാനവധർമ്മം എന്നൊക്കെ പറയുന്ന, ഏകാത്മക മാനവധർമ്മം എന്നൊക്കെ പറയുന്ന തത്വം എന്താണ്? അതിൽ ഓരോ വിഷയത്തിലും പരീക്ഷയുണ്ട്. ഒരു പരീക്ഷ പൂർത്തിയാക്കിയാലേ അടുത്ത പരീക്ഷയുടെ പാഠഭാഗം അടിച്ചു കൊടുക്കുകയുള്ളൂ. ചുമ്മാ കയറി പരീക്ഷ ഒന്നും എഴുതാൻ പറ്റത്തില്ല. പാർട്ടി പ്രവർത്തകരെ BJP ഔദ്യോഗികമായി പുറത്തിറക്കിയ ഓർഗനൈസേഷൻ പ്ലാറ്റ്ഫോമായ സരൽ ആപ്പ്, നമോ ആപ്പ് എന്നിവ പരിചിതമാക്കുക എന്ന ലക്ഷ്യവും പരിശീലനത്തിനുണ്ട്. പാർട്ടിയുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ കൃത്യമായി കൈമാറുന്നതിനും വേണ്ടിയാണ് ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നത്. ജൂലൈ 6 വരെയാണ് പരിശീലനം. ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന ഭാരമുള്ളവരെ ജൂൺ അവസാനത്തോടെ ഡിജിറ്റൽ പ്രശിക്ഷണം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടുകയും വിവരം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യുകയും വേണം. സംസ്ഥാന 1 ലക്ഷം പ്രവർത്തകർക്ക് പരിശീലനം നടക്കാനാണ് ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ 100 പേർ, 1000 പഞ്ചായത്ത്, അങ്ങനെ 1 ലക്ഷം പേരെ ദേശീയ നേതൃത്വം ഇക്കാര്യങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുകയാണെന്നും ജില്ലാ ഘടകങ്ങൾ കൃത്യമായി റിപ്പോർട്ട് നൽകണമെന്നും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡിജിറ്റൽ പരിശീലനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് നേടിയെന്ന് ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്യണം. വിവിധ മോർച്ചകളുടെ മണ്ഡല തലം മുതൽ, അതായത് കർഷക മോർച്ച, യുവമോർച്ച, മഹിളാ മോർച്ച, ഇങ്ങനെ വർഗബഹുജന സംഘടനകളെല്ലാം തന്നെ മുകളിലോട്ടുള്ള നേതാക്കൾക്ക് ഡിജിറ്റൽ പരിശീലനം നിർബന്ധമാണ്. 5 ബൂത്തുകൾ ചേരുന്ന ശക്തി കേന്ദ്രങ്ങളുടെ ഇൻചാർജുമാരും ഡിജിറ്റൽ പരിശീലനം പൂർത്തീകരിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ദിവസം ബൂത്തുകളിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുകയും ബൂത്ത് ഭാരവാഹികൾക്ക് പരിശീലനം നൽകി അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ നേരിട്ട് സഹായിക്കുകയും ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ആവുകയാണ്, ന്യൂജൻ ആവുകയാണ്, ഇസഡ്ജൻ ആവുകയാണ്. അപ്പോൾ പഴയതുപോലുള്ള പാർട്ടിയല്ല. അങ്ങനെ BJPയിൽ ഇനി പ്രവർത്തിക്കണമെങ്കിൽ തല്ലും അടിയും സെക്രട്ടേറിയറ്റ് മാർച്ചും മാത്രം കൊണ്ട് കഴിയില്ല. പാവപ്പെട്ടവരെ പോയി സഹായിച്ചു, ഞാൻ ആതുര ശുശ്രൂഷ ക്യാമ്പ് നടത്തി, ഞാൻ സേവാഭാരതി പങ്കെടുത്തു, ഞാൻ എൻ്റെ സ്വത്ത് ദാനം ചെയ്തു, ഒന്നും നടക്കില്ല. ഡിജിറ്റൽ പരീക്ഷ എഴുതിക്കോളൂ, ഡിജിറ്റൽ പരീക്ഷയിൽ പാസ്സാവുക. ഒരു പരീക്ഷ പാസ്സായാലും അടുത്തത് പാസ്സാവാൻ പറ്റുള്ളൂ, അങ്ങനെ അടുത്തതിൽ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 4 പരീക്ഷ പാസ്സാവണം. 4 പരീക്ഷയിൽ 2 പരീക്ഷയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈക്കകത്ത് 2 പരീക്ഷ നടക്കും. അത് പാസ്സാവുന്നവർ അടുത്ത 2 പരീക്ഷ കൂടെ എഴുതണം. 4 പരീക്ഷയും പാസ്സായാൽ മാത്രമേ, ഡിജിറ്റൽ ലോകത്ത് നിന്നുകൊണ്ടുള്ള 4 പരീക്ഷയിൽ പാസ്സായാൽ മാത്രമേ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റൂ. അപ്പോൾ ഇത് മൊബൈൽ ആപ്പ് വഴിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം, അതിനകത്ത് കയറാൻ പഠിക്കണം, നമ്പർ ഉപയോഗിച്ച് പേരുപയോഗിച്ച് ലോഗിൻ ചെയ്യണം, പാസ്വേഡ് കാണും, എന്നിട്ട് അതിനകത്തുനിന്ന് എക്സാം എഴുതിയേ പറ്റൂ. അപ്പോൾ സിലബസ് കൊടുക്കും, സിലബസ് പഠിക്കണം, എന്നിട്ട് ഓൺലൈൻ ചിലപ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും, യെസ് ഓർ നോ ആൻസർ പോലുള്ള ഒബ്ജക്റ്റ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും. എന്തായാലും ആ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പാസ്സായാൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയിലേക്കാണ് BJP മാറിക്കൊണ്ടിരിക്കുന്നത്.